നമസ്കാരം. നമ്മുടെ രാജ്യത്ത് താമസിക്കുന്ന ഏതൊരാൾക്കും ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തിനാണ് എന്ന് ചോദിച്ചാൽ പല തരത്തിലുള്ള കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചിലപ്പോൾ വിദ്യാഭ്യാസം നേടിയെടുക്കുന്ന സമയത്ത് അതിന് എഡ്യൂക്കേഷൻ ലോണുകൾ വേണ്ടി വരും. സാമ്പത്തിക ഇടപാടുകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. പല സാധനങ്ങൾ വാങ്ങിക്കാൻ അന്നേരം നമ്മൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ആവശ്യമാണ്, അതിലേക്ക് ഫണ്ട് ലോഡ് ചെയ്യാൻ. ഇൻ കേസ് നമുക്ക് സാലറി വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ്സിന് ഒരു വരുമാനം വരുന്നുണ്ടെങ്കിൽ അതിനൊരു അക്കൗണ്ട് ആവശ്യമാണ്. സർക്കാരിൻ്റെ വിവിധ പ്രോജക്റ്റുകളിൽ നിന്നുള്ള ഒരു എമൗണ്ട് സ്വീകരിക്കണമെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ആവശ്യമാണ്. ആർക്കെങ്കിലും ഫണ്ട് അയച്ചു കൊടുക്കാൻ ഒരു ബാങ്ക് അക്കൗണ്ട് വഴി മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. ഇങ്ങനെ എന്തിനും ഏതിനും ഒരു ബാങ്ക് അക്കൗണ്ട് ആവശ്യമാണ്. ഇന്ന് ബാങ്ക് അക്കൗണ്ട് എടുത്ത മറ്റു ചില ഗുണങ്ങളുണ്ട്. അതായത് എയർപോർട്ടിൽ നമുക്ക് ലോഞ്ച് ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഇൻഷുറൻസുകൾ കിട്ടും. അങ്ങനെ ഒരുപാട് പദ്ധതികൾ, പല കാര്യങ്ങൾ ഒരു ബാങ്ക് അക്കൗണ്ട് കൊണ്ട് സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് ബാങ്ക് അക്കൗണ്ട് കുറിച്ചുള്ള വീഡിയോകൾ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട്, ഒരു സാധാരണ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാണ്. ഈ ഒരു ബാങ്ക് അക്കൗണ്ടിനകത്ത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ അനേകം ഫീച്ചേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന് പ്രത്യേകിച്ചിട്ട് ചിലവോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ അനേകം ഫീച്ചേഴ്സ്, അനേകം ബെനഫിറ്റുകൾ നമുക്ക് കിട്ടും. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ യങ്സ്റ്റേഴ്സിന് മാത്രമേ ഉള്ളൂ, നല്ലതായിട്ട് പ്രായമുള്ള ആൾക്കാർക്കൊന്നുമില്ല. യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻഡ് ബാങ്ക് അക്കൗണ്ടാണ്. അപ്പോൾ എന്താണ് ബാങ്ക് അക്കൗണ്ട്, ഇതേത് ബാങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും, എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ പേര് എന്ന് പറയുന്നത് ബോബ് ബ്രോ എന്നതാണ്. ഈ ഒരു ബാങ്ക് അക്കൗണ്ട് നമുക്കായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തരുന്ന ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്ക് ഓഫ് ബറോഡയാണ്. ബാങ്ക് ഓഫ് ബറോഡ എന്ന് പറഞ്ഞാൽ ഒരു പൊതുമേഖല ഒരു ധനകാര്യ സ്ഥാപനമാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ബാങ്കാണ്. ഏറ്റവും കൂടുതൽ ഗവൺമെൻറ്റിൻ്റെ സ്കീമുകൾ, സബ്സിഡി സ്കീമുകളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മുൻനിര ബാങ്കുകളിൽപ്പെട്ട ഒരു ബാങ്കാണ്. ലൈക്ക് കാനറ ബാങ്ക്, SBI. അതുപോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന മറ്റൊരു ബാങ്കാണ് ബാങ്ക് ഓഫ് ബറോഡ എന്ന് പറയുന്നത്. ഇതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രീനിലൂടെ ഒന്ന് പെട്ടെന്ന് പോയി നോക്കാം. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻ കാണാൻ പറ്റും. ഇത് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. ഇവിടെ കാണാൻ പറ്റും ബോബ് ബ്രോ എ സേവിങ്സ് അക്കൗണ്ട് എവറി യൂത്ത്. അത് യങ്സ്റ്റേഴ്സിനെയാണ് പ്ലാൻ ചെയ്യുന്നത്. ആ യങ്സ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ പ്രായമുണ്ട് 16 മുതൽ 25 വയസ്സിന് ഇടയിലുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സീറോ ബാലൻസിൽ നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് കിട്ടും. ആ സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ടാണ്. പ്രത്യേകം അക്കൗണ്ട് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യകതയൊന്നുമില്ല. സീറോ ബാലൻസ് ആണ് അതിനകത്ത് വരുന്നത്. കൂടെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു രൂപയുടെ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് കൂടി കിട്ടും. അപ്പോൾ ആ ഒരു കാർഡും കിട്ടും, നമുക്ക് ഈ ഒരു ബാങ്ക് അക്കൗണ്ടും കിട്ടും ഈ ഒരു ഏജ് കാറ്റഗറിയിൽ. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്, നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നോ മിനിമം ബാലൻസ്. എല്ലാ ബാങ്കിലും ഏത് ബാങ്ക് അക്കൗണ്ട് എടുത്താൽ അവിടെ മിനിമം ബാലൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇല്ലെങ്കിൽ ഓരോ മാസവും നമുക്ക് പൈസ കട്ടാക്കി പോകും. ഇതിനകത്ത് മിനിമം ബാലൻസ് എന്ന് പറഞ്ഞ സാധനം ഇല്ല, അങ്ങനെ ഒരു സംഭവം വേണ്ട. അപ്പോൾ പൈസ ഇല്ലെങ്കിലും അക്കൗണ്ട് അവിടെ ആക്റ്റീവായി കിടക്കും, അതിന് പ്രത്യേകം ചാർജോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമ്പർ 2 എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു റുപേ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് നിങ്ങൾക്ക് കിട്ടും. അതിന് ഇഷ്യൂ ചെയ്യുന്നതും അതിൻ്റെ റിന്യൂവലിനും ചാർജസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ജസ്റ്റ് നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇനി മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് NEFT ട്രാൻസ്ഫറുകൾ, RTGS ട്രാൻസ്ഫറുകൾ, അതുപോലെ IMPS ട്രാൻസ്ഫറുകൾ, UPI ട്രാൻസ്ഫറുകൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. UPI വഴി, NEFT വഴി, RTGS വഴിയൊക്കെ ഫണ്ടുകൾ നിങ്ങൾക്ക് വിനിമയം നടത്താൻ പറ്റും. ഫ്രീ ആണ്, അതിന് പോലും ചാർജ് ഇല്ല. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെക്ക് ബുക്ക് കിട്ടും, അതിന് ഇഷ്യൂ ചാർജോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഫ്രീ DD നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ബാങ്കർ ചെക്ക് പെർ ആനം നിങ്ങൾക്ക് കിട്ടും. അതിനകത്ത് ഫ്രീ DD ഓർ ബാങ്ക് ചെക്ക് പെർ ആനം ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള SMS അലേർട്ട്. പല ബാങ്കുകളും ഈ SMS അലേർട്ടിന് പോലും നല്ല രീതി 120 രൂപയൊക്കെ വെച്ചിട്ട് ചാർജ് എടുക്കാറുണ്ട്. ഇത് SMS അലേർട്ടിന് ഫ്രീ ആണ്, വേറെ ചാർജസ് കാര്യങ്ങളൊന്നുമില്ല. അത് മറ്റൊരു അഡ്വാൻറ്റേജ്. അപ് ടു 100% കൺസെഷൻ ഇൻ ഡിമാറ്റ് AMC. ഡിമാറ്റ് അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ട്രേഡിംഗ് ഒക്കെ അത്യാവശ്യം ഈ ഒരു പ്രായത്തിലുള്ളവർക്ക് ഒരു ഹരമായിട്ടുള്ള കാര്യമാണ്. ട്രേഡിംഗ് ചെയ്യുന്നില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആനുവൽ മെയിൻ്റെനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പനികൾക്കും ഉണ്ട്. ആ AMC 100% അതിൽ കൺസെഷൻ. നിങ്ങൾക്ക് 1 രൂപ പോലെ AMC വരില്ല. അത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. നാലോചിക്ക് ഇത്ര തന്നെ അഡ്വാൻറ്റേജ് കാണുമ്പോൾ ഞെട്ടിപ്പോയി. സാധാരണ എൻ്റെ ഒന്നും ഒരു ബാങ്ക് അക്കൗണ്ടിന് ഇത്രയും ഫെസിലിറ്റീസ് കാര്യങ്ങളില്ല. ഇനി നമുക്ക് അടുത്തതാണ് ഇതിൻ്റെ
ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു മെനു ഉണ്ട്. ഇതൊന്നും നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതിന്റെ ഫീച്ചേഴ്സിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് മെൻഷൻ ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് താഴെ ഒരു പുതിയൊരു ഓപ്ഷൻ കാണാൻ പറ്റും. കൊളാട്രൽ ഫ്രീ എഡ്യൂക്കേഷൻ ലോൺ അപ് ടു 40 lakh. ഓക്കെ, 40 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലോൺ കിട്ടും. പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് മാത്രമേ ഉള്ളൂ. അത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്, ട്രസ്റ്റഡ് ആയിട്ടുള്ള ബിഗ് ബ്രാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 40 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺ കൊളാട്രൽ ഫ്രീ ആണ്. ഒരു ഡോക്യുമെൻറ്റും കാര്യങ്ങളും ഇല്ലാതെ കൊളാട്രൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ആധാരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലോ സ്വത്തുക്കളോ എന്തെങ്കിലും ഒന്നും വെക്കാതെ, പണയൊന്നും വെക്കാതെ നിങ്ങൾക്ക് കൊളാട്രൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. 0 എഡ്യൂക്കേഷൻ ലോൺ പ്രോസസ്സിങ്. അങ്ങനെ ഒരു ലോൺ കിട്ടിയാൽ അതിന് എഡ്യൂക്കേഷൻ ലോണിൻ്റെ പ്രോസസ്സിങ് ചാർജ്, അങ്ങനെയുള്ള ചാർജസുകൾ ഒന്നുമില്ല എന്ന് പറയുന്നത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പം തന്നെ ആലോചിച്ച് നോക്കിയേ, യങ്സ്റ്റേഴ്സിന് ലോട്ടറി അടിച്ച പോലെയാണ്. അതർ ഓഫേഴ്സ് അട്രാക്റ്റീവ് ലോയൽറ്റി റിവാർഡ് പോയിന്റ് ത്രൂ ബോബ് വേൾഡ് ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അതിനകത്ത് ലോയൽറ്റി റിവാർഡ് കിട്ടും. എക്സ്ക്ലൂസീവ് ക്രെഡിറ്റ് കാർഡ് ഓഫേഴ്സ് കാര്യങ്ങൾ കിട്ടും. അതർ ഓഫേഴ്സ് പ്രൊവൈഡ് ബൈ ദ ബിസിനസ് വേർട്ടിക്കൽസ്, ബാങ്ക് ടൈം ടു ടൈം. സമയാസമയങ്ങളിൽ നിങ്ങൾക്ക് ബാങ്ക് പല തരത്തിലുള്ള ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. എലിജിബിലിറ്റി ക്രൈറ്റീരിയ: ഓൾ റെസിഡൻറ്റ് സ്റ്റുഡൻസ് ഏജ്ഡ് ബിറ്റ്വീൻ 16 to 25 years, എ ജോയിന്റ് അക്കൗണ്ട് അലൗഡ് വിത്ത് പാരന്റ് ആൻഡ് ഗാർഡിയൻ. ജോയിന്റ് അക്കൗണ്ട് അലൗഡ് ആണ്. നിങ്ങളുടെ പാരന്റോ ഗാർഡിയനോ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ജോയിന്റ് അക്കൗണ്ട്, മക്കളുടെ പേര് ഒരു ജോയിന്റ് അക്കൗണ്ട് കൂടി എടുക്കാം. അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് അങ്ങനെയും നിങ്ങൾക്ക് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇനി റിക്വയർഡ് ഡോക്യുമെന്റ്, ആവശ്യമുള്ള ഡോക്യുമെൻറ്റുകൾ കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് പാൻ കാർഡ് എല്ലാവർക്കും ആവശ്യമാണ്. പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് വിത്ത് ഫോട്ടോ, ഇതിലേതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ്, പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസ് വിത്ത് ഫോട്ടോയോ, പ്രൂഫ് ഓഫ് പൊസഷൻ ഓഫ് ആധാർ കാർഡോ ഓർ വോട്ടർ ID കാർഡോ, ജോബ് കാർഡ് ഇഷ്യൂഡ് ബൈ NREGA duly signed by the officer of state government, a letter issued by the national population register and containing details of name and address. ഇത്രയും കാര്യങ്ങൾ. ആധാർ കാർഡോ നിങ്ങളുടെ പാൻ കാർഡും മാത്രം മതിയാവും. ഓർ നിങ്ങളുടെ വോട്ടർ ID പാൻ കാർഡ് മതി. ഓർ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് അത് മാത്രം മതിയാവും. ഡ്രൈവിംഗ് ലൈസൻസും ആധാർ കാർഡും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി ഫീസ് ആൻഡ് ചാർജസ്, അവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 0 ബാലൻസ്, നോ കണ്ടീഷൻസ്, ഒന്നുമില്ല. ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ഇങ്ങനെയുള്ള ഒന്നുമില്ല. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫോർ 50,000 ആൻഡ് എബോവ് പാൻ കാർഡ് റിക്വയർഡ് സബ്മിറ്റഡ് പെർ റിക്വയർമെൻറ്റ് ഓഫ് ഇൻകം ടാക്സ്. 50,000 മുകളിൽ നിങ്ങൾ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എല്ലാ സ്ഥലങ്ങളിലുള്ളതാണ്. പാൻ കാർഡ് കൊടുത്തു കഴിഞ്ഞാലാണ് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ക്യാഷ് ഡെപ്പോസിറ്റ് വിത്ത് ഡെബിറ്റ് കാർഡ് 2 lakh വരെ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. പാൻ കാർഡ് ഉണ്ടെങ്കിൽ. പാൻ കാർഡ് ഇല്ലെങ്കിൽ 49,999 rupees. കാർഡ് ലെസ് ട്രാൻസാക്ഷൻസ് ഇൻ ഫീഡിംഗ് അക്കൗണ്ട് 20,000 per day. ഒരു ദിവസം 20,000 രൂപ വരെ വിഡ്രോ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വിഡ്രോവൽ എത്രയാണ് എമൗണ്ട്, വിഡ്രോവൽ ലിമിറ്റ്, അതുപോലെ തന്നെ പാസ്ബുക്ക് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രീ ആണ്, അതിനൊന്നും വേറെ ചാർജ് ഇല്ല. ചെക്ക് ബുക്ക് ഫ്രീ ആണ്. രജിസ്ട്രേഷൻ, എക്സിക്യൂട്ടേഷൻ ചാർജസ് ആൻഡ് ട്രാൻസ്ഫർ അക്കൗണ്ട് സ്കീംസ്, ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻസ്, ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. സോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബ്രാഞ്ചിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഓപ്പൺ നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ ഇത്രയും ഡോക്യുമെൻ്റ് കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഒന്ന് പാൻ കാർഡ്, ആധാർ കാർഡ്, ഓപ്പറേഷണൽ മൊബൈൽ നമ്പർ രജിസ്റ്റർ വിത്ത് ആധാർ നമ്പർ, വാലിഡ് ഇമെയിൽ ID, ഇൻ്റർനെറ്റ് ക്യാമറ, വെബ് ക്യാം വേണം, ഇൻ്റർനെറ്റ് വേണം, ഇത്രയുള്ള സർവീസസ്, മൈക്രോഫോൺ വേണം. ഇത്രയും സർവീസസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഡു യു വാണ്ട് ടു പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ബാങ്ക് ഓഫ് ബറോഡൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് സെക്ഷനിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇവിടെ അവരുടെ എല്ലാ സംഭവങ്ങളും ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ആ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ആൻസേഴ്സ്, അതായത് KYC ആണ്, എല്ലാ കാര്യങ്ങളും ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓൺലൈനിലൂടെ തന്നെ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നിങ്ങളൊരു പാരൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ മക്കളുടെ പേരിൽ ഈ അക്കൗണ്ട് എത്രയും വേഗം ഓപ്പൺ ചെയ്യാം. ഇനി അല്ല നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻസിനോട് കാര്യങ്ങൾ പറയും, ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ട്, ഭയങ്കര രീതിയിലുള്ള ഫെസിലിറ്റീസ് ആണല്ലോ, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറയാം. ഇനി അല്ല നിങ്ങൾ ഏതെങ്കിലും സന്നദ്ധ സംഘടനയോ ഇനി ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിലോ ഒക്കെ മെമ്പറൊക്കെ ആണെങ്കിൽ ആ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. 16-25 വയസ്സിനുള്ള ഇടയിലുള്ള ആൾക്കാർ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഇത്രയും സൗകര്യങ്ങൾ അവർ ആസ്വദിച്ചോട്ടെ. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളീഗ്സ് എല്ലാവർക്കും ഷെയർ ചെയ്യുമെന്ന വിശ്വാസത്തോടു കൂടി വീഡിയോ അതിൻ്റെ പേരാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇറ്റ്സ് മീ ഷോണി സൈനിങ് ഓഫ്. ബൈ.